ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ദിവ്യനാഗം പ്രകോപിതനായാൽ തീർച്ചയായും മണ്ഡപത്തിൽ നടക്കുന്ന വിവാഹ ചടങ്ങിൽ വധുവിനെ ദംശിക്കും. കതിർ മണ്ഡപത്തിൽ തന്നെ വധു മരിച്ചു വീഴും. അതിനുള്ള കർമ്മങ്ങൾക്ക് തയ്യാറെടുപ്പുകൾ നടക്കട്ടെ. അസൂയൊന്നും തോന്നണ്ടടി പെണ്ണെ. കുറച്ചു കഴിയുമ്പോ നിന്നെ ഇതുപോലെ പൂവും പൂമാലയൊക്കെ തന്ന് സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകും ഇവളുമാര്. അമ്മേ, നമുക്ക് അകത്തേക്ക് കയറാലോ അല്ലേ? അല്ല നന്ദേട്ടാ, സിത്താരയും കൂട്ടരും വന്നോട്ടെ, ഒന്നിച്ചകത്തേക്ക് കയറാം, അതാ നല്ലത്. നന്ദ, അത് മതി. മണവാട്ടിയുടെ വേഷത്തിൽ വരുന്നത് ആരാണെന്ന് ഇവിടുന്ന് നമുക്ക് തിരിച്ചറിയാലോ. ഇതെന്താ നിന്റെ പെണ്ണ് വരാത്തത്? വിളിച്ചില്ലേ നിങ്ങൾ തമ്മില്? ഇന്ന് വിളിച്ചില്ലമ്മേ. അത് സാറ് മനഃപൂർവ്വം ഒരു ഗ്യാപ്പ് കൊടുത്താ. എന്നും വിളിച്ച് സംസാരിച്ചാലേ കല്യാണത്തിൽ ഒരു ത്രില്ലുണ്ടാവില്ലെന്നേ. അതെ സാറേ. ഒന്ന് പോടാ ഓടുന്നു. സിനി അങ്ങോട്ട് ചെല്ലേ. നന്ദ, കൊള്ളാം അല്ലേ നിർമ്മലേ? എന്തു കൊള്ളാം? കാശിന്റെ പകിട്ടുണ്ട്, പക്ഷേ നമ്മുടെ മോളുടെ ഐശ്വര്യമുണ്ടോ അവളുടെ മുഖത്ത്? അത് ശരിയാ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. താങ്ക് യു. പൂച്ചണ്ടല്ല, അവൾക്കുള്ള റീത്ത കൊണ്ടുവന്ന് വെച്ചത്. സാറേ, സാറിന് എന്തെങ്കിലും സ്പെഷ്യൽ ഡിമാൻഡ് ഉണ്ടോ? എന്ത് സ്പെഷ്യൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ പറഞ്ഞോ സാറേ. കല്യാണം ഒരിക്കലേ ഉള്ളൂ. അതെ, അന്ന് ആഗ്രഹം നടക്കാത്ത എനിക്ക് വിഷമമുണ്ടെന്നും പിന്നെ പറഞ്ഞേക്കരുത്. എന്റെ മാണിക്കുഞ്ഞെ, താൻ ഇനി എന്റെ കാര്യങ്ങൾ നോക്കണ്ട. ബാക്കി കാര്യങ്ങളൊക്കെ താനൊന്ന് പോയി അറേഞ്ച് ചെയ്തേ. ഓഹോ, പുതിയ ആളെ കിട്ടിയപ്പോ എന്നെ വേണ്ട അല്ലേ? താൻ ചെല്ല്. അമ്മേ, എന്താ അമ്മേ തോന്നിയേ? ഇപ്പൊ വധുവിന്റെ വേഷത്തിൽ വന്നിരിക്കുന്ന പെൺകുട്ടി കൃഷ്ണ തന്നെയാ. അവളുടെ അടക്കവും ഒതുക്കവും കണ്ട അത് മനസ്സിലാവും. പക്ഷെ അമ്മേ,
കൃഷ്ണ നമ്മൾ കരുതും പോലൊരു കുട്ടിയാണോ, നമ്മൾ തിരക്കിയ കുട്ടിയാണോ, ഒന്നും നിശ്ചയില്ലല്ലോ. ആ ഗോപാലിനെ കാണാൻ വിട്ട ആളില്ലേ, അയാള് ഒരു ഉത്തരയില്ലാതെ തിരിച്ചു വന്നേ. എന്തു പറ്റി? കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോ അയാള് കൊതിറി മാറിയെന്നാ പറയുന്നത്. പെമ്പിള്ളേരുടെ കാര്യം അന്വേഷിച്ച് ചെന്നാല് ഇനി പോലീസ് പറയുന്നൊരു വിരട്ടലും. ആ, അങ്ങനെയാ പെൺകുട്ടികളെ കാക്കുന്നവര്. പക്ഷേ വിവരം അറിയാതെ നമ്മൾ പിന്നെ എങ്ങനെയാ? അവൾ ആരാ എന്താന്നൊക്കെ പിന്നീട് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. എന്തായാലും നാഗപ്രീതിയുള്ള കുട്ടിയാണെന്ന് നമുക്ക് ഉറപ്പുണ്ടല്ലോ. അവളെ ദൈവം തമ്പുരാൻ ഈ കല്യാണ മണ്ഡപം വരെ എത്തിച്ചിട്ടുമുണ്ട്. ഇനി ഈ വിവാഹം നടക്കട്ടെ. നവീന്റെ ഭാര്യയായി അവള് വരുന്നതോടെ ശാപം അവസാനിക്കും. അമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യമൊക്കെ ഗാഥമോളെ കുറിച്ച് നവീൻ ഇടയ്ക്ക് പറയുമായിരുന്നു. അത് പക്ഷേ അവൻ ഓഫീസ് കാര്യങ്ങൾ പറയുന്ന പോലെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ മാറ്റത്തിന് ശേഷം അവൻ ഗാഥയെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഏറ്റവും അടുപ്പുള്ള ആളെ പോലെ, ഏതോ ജന്മത്തിൽ ഒന്നിച്ച് ജീവിച്ചിരുന്നവരെ പോലെ. അതങ്ങനെ വരൂ നന്ദ. വിവാഹത്തിലൂടെ കൂടിച്ചേരുന്നൊന്നും നമ്മൾ നിശ്ചയിക്കുന്നതല്ല, അതിനപ്പുറത്ത് ദൈവം വരച്ച വരയാ. എന്തായാലും ദിവ്യനാഗങ്ങളെ പ്രീതിപ്പെടുത്താനുള്ള പൂജ നടക്കുന്നുണ്ടല്ലോ. ഒരു വിഘ്നങ്ങളും ഇല്ലാതെ ഇത് പൂർത്തിയാക്കി തരണേ എന്റെ നാഗദൈവങ്ങളെ. എല്ലാം നന്നായി തന്നെ നടക്കുന്നത്. നാഗദേവത പ്രീതിപ്പെട്ട് തന്നെ നിൽക്കുന്നു. വിജയം സുനിശ്ചിതമാണ്. ദിവ്യനാഗത്തിന്റെ പ്രീതിക്ക് വേണ്ടി പൂജകൾ നടക്കുന്നുണ്ട്. കർമ്മങ്ങൾ ഫലിക്കാത്തത് അതുകൊണ്ടാ. കളരിക്കൽ തറവാടിന് ലക്ഷ്യം വച്ച ദിവ്യനാഗം ഇപ്പോൾ സംപ്രീതനാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? കർമ്മങ്ങളുടെ രൂപവും ഭാവവും മാറണം. ശാന്തനായി കാണുന്ന ദിവ്യനാഗത്തെ പ്രകോപിപ്പിക്കണം. അതിനുള്ള കടുത്ത മന്ത്രവിധികളിലേക്ക് കടക്കണം. ദിവ്യനാഗം പ്രകോപിതനായാൽ തീർച്ചയായും മണ്ഡപത്തിൽ നടക്കുന്ന വിവാഹ ചടങ്ങിൽ വധുവിനെ ദംശിക്കും. കതിർ മണ്ഡപത്തിൽ തന്നെ വധു മരിച്ചു വീഴും. അതിനുള്ള കർമ്മങ്ങൾക്ക് തയ്യാറെടുപ്പുകൾ നടക്കട്ടെ.